ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ഇറക്കിയ കർഷകർക്ക് കനത്ത തിരിച്ചടിയാണ് പ്രളയം നൽകിയത്. പത്തനംതിട്ട ജില്ലയിൽ 13 കോടി രൂപയുടെ കൃഷിനാശം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതേസമയം സർക്കാർ സംവിധാനങ്ങൾ കർഷകർക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നില്ല എന്ന വിമർശനവും ശക്തമാണ്. മലയോര മേഖലയിലെയും അപ്പർ കുട്ടനാട്ടിലെയും കർഷകരുടെ സ്വപ്നമാണ് പ്രളയം തകർത്തത്. കർഷകർക്കായി ആവശ്യമുള്ളതെല്ലാം ചെയ്യാമെന്ന കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉറപ്പു നൽകുമ്പോഴും ആശങ്കകൾ ബാക്കിയാണ്. നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ കൃഷി കൊണ്ടാണ് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം മൊത്തം. 3 ലക്ഷം രൂപ ഞങ്ങൾക്ക് കപ്പ വിറ്റ് തന്നെ കിട്ടിയ കഴിഞ്ഞ പ്രാവശ്യം. ആ വിറ്റ പൈസയുടെ ഇതിനകത്ത് ഇറക്കിയ ഞങ്ങൾ ഇത്രയും കൃഷി ചെയ്ത്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ആത്മഹത്യക്ക് പോകാൻ പറ്റുമോ എന്താണെന്നറിയത്തില്ല. ഇപ്പം ഇന്നലെ ഇവിടെ ആണെങ്കിൽ മന്ത്രി വരെ വന്ന് മറ്റുള്ളവരുടെ സ്ഥലങ്ങൾ സന്ദർശിച്ച് പോയി. ഇത്രയും 8 ലക്ഷം രൂപ മുടക്കി കൃഷി ചെയ്തവൻ്റെ സ്ഥലം നോക്കാൻ ഒരു ആൾക്കാരുമില്ല. സർക്കാർ അടിയന്തര സഹായം നൽകണമെന്ന കർഷക സംഘം നേതാക്കൾ ആവശ്യപ്പെട്ടു. അടിയന്തരമായി ഗവൺമെന്റിന്റെ ശ്രദ്ധ തിരിയേണ്ടത് ഒന്ന്, ഇത്തരത്തിലുള്ള പാട്ടകൃഷിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വന്ന് കണ്ടെത്തി അതിൻ്റെ യഥാർത്ഥ നഷ്ടം രേഖപ്പെടുത്തി അതിനാവശ്യമായിട്ടുള്ള പരിഹാരമാർഗം നിർദ്ദേശിച്ച് അവർക്ക് അതിനുള്ള നഷ്ടപരിഹാരം നൽകണം. മറ്റൊന്ന്, ഈ പറഞ്ഞ അല്ലാതെ തന്നെ പ്രകൃതി ദുരന്തത്തിന് നൽകുന്നതായ നഷ്ടപരിഹാരം. യഥാർത്ഥത്തിൽ ഈ ജനതയെ വീണ്ടും കാർഷിക മേഖലയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.